നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രോഗികളുടെയും കുടുംബങ്ങളുടെയും ദുഃഖങ്ങളും ആശങ്കകളും കേട്ടും പരിഹാരങ്ങൾ കണ്ടുമുള്ള സാധാരണ ദിവസങ്ങളിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കാനും ആഹ്ലാദകരമായ നിമിഷങ്ങളിലേക്ക് മനസ്സിനെ നയിക്കാനും അതുവഴി ലഭ്യമാകുന്ന കൂടുതൽ ഊർജം മെച്ചപ്പെട്ട പരിചരണത്തിൻ്റെതാക്കി മാറ്റാനും യാത്രകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇക്കാര്യം ഉൾക്കൊണ്ട് ആൽഫ വെള്ളാങ്കല്ലൂർ ലിങ്ക് സെന്ററും പറവൂർ ലിങ്ക് സെന്ററും സ്റ്റാഫ് അംഗങ്ങളും സെന്ററിന്റെ സജീവ പ്രവർത്തകരുമടങ്ങുന്ന ഏകദിന യാത്ര സംഘടിപ്പിച്ചു. ആലപ്പുഴ പുന്നമടയിൽ നിന്ന് ഹൗസ് ബോട്ടിൽ വേമ്പനാട്ടുകായലിലേക്ക് ആരംഭിച്ച വെള്ളാങ്കല്ലൂർ സെന്ററിന്റെ യാത്ര കുട്ടനാടെത്തി തിരികെ പുന്നമടയിൽ തന്നെ അവസാനിച്ചു. 53 പേർ പങ്കെടുത്തു. അൻവർ, ഹസീന, സലാഹുദ്ദീൻ, ഫാത്തിമ ബി, സീനത്ത്, ഷൈല, മുഹമ്മദ് സലീം, സലാം, അസീന സലാം, ഡെയ്സി, ജോസ് തുടങ്ങിയവർ അവതരിപ്പിച്ച പാട്ടുകൾ യാത്രയ്ക്ക് ഓളം നൽകി. ടൂർ പ്രോഗ്രാം സെക്രട്ടറി മെഹർബാൻ ഷിഹാബ്, സിസ്റ്റർ സിന്ധു വിനയൻ, മർജാന പർവീൻ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ആൽഫ പറവൂർ ലിങ്ക് സെന്റർ 11ാമത് വാർഷികത്തിന്റെ ഭാഗമായി സ്റ്റാഫ് അംഗങ്ങൾ, രോഗി പരിചാരകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുമൊത്തായിരുന്നു യാത്ര നടത്തിയത്. ചെറായി ബീച്ചിലെ ഡെസ് തൈറോസിലേക്കും മുനമ്പം പുലിമുട്ടിലേക്കുമായിരുന്നു യാത്ര. യാത്രയ്ക്ക് സെന്റർ സെക്രട്ടറി OM ജോബി, ട്രഷറർ NN ഹരികുമാർ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സുപ്രസിദ്ധ നാടൻപാട്ട് കലാകാരൻ ഹരി ഖണ്ഡമുറിയുടെ നാടൻപാട്ടുകൾ, വോളണ്ടിയർ അജ്ജലകുമാരിയുടെ പാട്ടുകൾ എന്നിവ യാത്ര ആസ്വാദ്യകരമാക്കി. സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ SAPCയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കിഴുപ്പിള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയുഷ് ക്ലബിന് കീഴിൽ സ്റ്റുഡൻസ് വോളണ്ടിയർമാർക്കായി നടത്തിയ ക്ലാസ്സിൽ 80 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്റ്റുഡൻസ് കോർഡിനേറ്റർ നന്ദന സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ മേഘ്ന അനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി ശ്യാം നന്ദി പ്രകടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.